ജിഎസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോന്റെ രണ്ടാം പാർട്ട് മാറ്റാണ്. അതായത് ഈ കാണുന്ന ഒരു ചാക്ക് ഉള്ളിത്തോല് കൊണ്ട് നമ്മൾ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു ചാക്ക് നിറയെ ഉള്ളിത്തോൽ എടുത്തിട്ട് അത് ഒരു കമ്പോസ്റ്റ് ആക്കി നമ്മൾ മാറ്റിയിരുന്നു. അപ്പോൾ ഏകദേശം ഇന്ന് ആ കമ്പോസ്റ്റ് നല്ല വളമായിട്ടുണ്ട്. ചെടികൾക്കും മറ്റേ പച്ചക്കറികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല കമ്പോസ്റ്റ് വളമായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ജെസ് നേച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇത്രയും അതായത് ഒരു ചാക്കോളം ഉള്ളിത്തോല് ശേഖരിച്ചത് പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് അവരിന്ന് 2 ദിവസം രാവിലെ നേരത്തെ പോയിട്ട് അവരുടെ പച്ചക്കറി ഒക്കെ വിറ്റതിന് ശേഷം ബാക്കി വരുന്ന തൊലി നമ്മൾ ശേഖരിച്ചതാണ്. ഏകദേശം 2 ദിവസത്തെ തൊലിയാണ് ഈ ഒരു ചാക്ക് നിറയെ നമ്മൾ ഇട്ടുള്ളത്. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ വീഡിയോയിൽ നമ്മൾ 3 വളമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഉള്ളിത്തോല് കൊണ്ട് പൗഡർ വളവും അതുപോലെ തന്നെ ലിക്വിഡ് വളവും പിന്നെ നമ്മുടെ ഒരു കമ്പോസ്റ്റുമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ 2 വളം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതും നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് നമ്മൾ മുകളിൽ കാർഡിൽ നമ്മൾ ഈ ഒരു അതിന്റെ ലിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിൽ നമുക്ക് ആഡ് ചെയ്ത വസ്തുക്കൾ എന്ന് പറയുന്നത് പച്ച ചാണകം, അതുപോലെ തന്നെ കരിയില, അതുപോലെ തന്നെ പച്ചയില തുടങ്ങിയ പിന്നെ ഈ ഒരു ചാക്ക് നിറയെ ഉള്ളിത്തോലം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് കൊട്ടി നോക്കാം, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ അന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ലെയർ ആയിട്ട് ആദ്യം നമ്മളൊരു കുറച്ച് ഭാഗം കരിയില ഇട്ടു, പിന്നെ കുറച്ച് അതിനകത്ത് മുകളിലൂടെ നമ്മൾ പച്ച ചാണകം ഒഴിച്ചു, വീണ്ടും നമ്മളൊരു പച്ച ഇലയും കരിയിലയും കൂടി ഇട്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഉള്ളിത്തോല് നമ്മൾ ഇടുകയാണ് ചെയ്തിരുന്നത്. ഏകദേശം മുഴുവനായിട്ട് ഈ ഒരു ടിന്നിന്റെ മുഴുവൻ നമ്മൾ നിറച്ചിരുന്നു അന്ന് ഉണ്ടാക്കിയ സമയത്ത്. പക്ഷെ ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു സമയത്ത് അതിന്റെ പകുതിയിലധികം മാത്രമേ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ദ്രവിച്ചിട്ട് ആ ഒരു കമ്പോസ്റ്റ് രൂപമായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഭാഗം നന്നായിട്ട് ദ്രവിക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗത്തിന്റെ ഡ്രെയിനേജ് ഹോളൊന്നും ഇല്ലാത്തത് കൊണ്ട് അടിഭാഗത്ത് കടന്നിരുന്ന ഈ ഒരു പച്ചയില അതുപോലെ തന്നെ കരിയിലൊക്കെ ഏകദേശം കുറച്ചുകൂടി നമുക്ക് അത് ഇതാവാനുണ്ട്, നമ്മൾ വളമായിട്ട് മാറാതെ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അത് നമുക്കൊക്കെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയുടെ തോലും അതുപോലെ തന്നെ കുറച്ചൊക്കെ നമ്മൾ ദ്രവിക്കാതെ കമ്പോസ്റ്റ് ആയി മാറാതെ അങ്ങനെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഈ ഒരു 2 കംപ്ലൈൻസ് മാത്രം മാറ്റി നിർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ലൊരു കമ്പോസ്റ്റ് മാത്രമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് ഉള്ളിത്തോലിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കാൽസ്യം, പൊട്ടാസ്യം, അതുപോലെ തന്നെ അയേൺ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു കമ്പോസ്റ്റ്. പിന്നെ കൂടാതെ നമ്മൾ പച്ചിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ധാരാളം നൈട്രജനും കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെടികൾക്ക് പൂക്കാനും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ കായ്ക്കാനും ഈ ഒരു കമ്പോസ്റ്റ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇനി കുറച്ച് കാലത്തേക്കുള്ള വളം എന്ന് പറയുന്നത് ചെടിക്കും പച്ചക്കറികൾക്കും ഒക്കെ ഉള്ള വളം എന്ന് പറയുന്നത് ഈ ഒരു കമ്പോസ്റ്റ് ആണ്. നമ്മൾ വീട്ടിലെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറി ഉണ്ടാവാനും അതുപോലെ തന്നെ ചെടികളുടെ ഒക്കെ വളർച്ചക്കൊക്കെ നന്നായിട്ട് സഹായിക്കും ഈ ഒരു കമ്പോസ്റ്റിന് നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ ഒക്കെ തുടങ്ങിയത് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ചെടിയുടെ ഒക്കെ വളർച്ചക്കും ഇത് നന്നായിട്ട് ഗുണം ചെയ്യും. ഈ ഒരു കമ്പോസ്റ്റ് ഇത്തരം രൂപത്തിലാവാൻ വേണ്ടിയിട്ട് ഏകദേശം 3 മാസത്തിലധികം നമ്മൾ സമയം എടുത്തിട്ടോ. നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് കരിയിലൊക്കെ നന്നായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കരിയില ശേഖരിച്ച് വെച്ച് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ തുറന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.